ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കനി വീണ്ടും നമ്മുടെ ടീച്ചറമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വല്യമ്മാമനും അതുപോലെ തന്നെ വീണയും നമ്മുടെ കനിയുടെ അടുത്ത് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണമാഷും അതുപോലെ തന്നെ ടീച്ചറമ്മയും തമ്മിൽ ഒന്നിക്കുന്ന ഒരു കാര്യം. കൃഷ്ണമാഷ് ഇപ്പോഴും വിവാഹം കഴിക്കാത്തതിന് കാരണം നമ്മുടെ ടീച്ചറാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ടീച്ചറമ്മക്ക് ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ വേണ്ടേ. ടീച്ചറമ്മ വീണയുടെ അച്ഛനെയൊക്കെ വിവാഹം കഴിച്ചെങ്കിലും അതുവരെ സുഖകരമായിട്ടുള്ള ജീവിതമൊന്നും ആയിരുന്നില്ല. പീഡനം സഹിച്ചിട്ടാണ് അത്രയും നാൾ നിന്നത്. ആ കൊലപ്പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറമ്മക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് വീണ ആഗ്രഹിക്കുന്നുണ്ട്. വീണ മാത്രമല്ല, ടീച്ചറമ്മനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യം വല്യമാമ അതുപോലെ തന്നെ വീണയും കൂടി രാധയെടുത്തും അതുപോലെ തന്നെ മഹേഷിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അവര് ബാക്കി എല്ലാ കാര്യത്തിലും നന്നായിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു സംഭവത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇത് നടക്കില്ലെന്ന് തന്നെ മഹേഷും അതുപോലെ തന്നെ നമ്മുടെ രാധയും പറയുന്നുണ്ട്. അപ്പൊ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ടീച്ചറേയും മാഷിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് കനീനെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കനി വരുമ്പോഴേക്കും ടീച്ചർ അമ്മക്ക് ഭയങ്കര സന്തോഷമാവണം. കനി നീ വന്നോ, നീ വരുമോന്നറിയായിരുന്നു. മഹേഷ് ആണെങ്കിൽ രാത്രി ആവുന്നവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താ വരാത്തേന്ന്. മഹേഷിനും അതുപോലെ തന്നെ രേണുക്കും നീ വരാത്തതിൽ വല്ലാത്ത വിഷമമുണ്ട്. നിന്റെ മിസ്സിങ് അവിടെ ശരിക്കും അറിയുന്നുണ്ടായിരുന്നു. എന്റെ ടീച്ചറമ്മേ, ഞാൻ നാളെ പോയി കണ്ടോളാം മഹേഷ് ഏട്ടനെ. പിന്നെ പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നല്ലോ, അതുകൊണ്ടിട്ടാണ് വല്യമ്മേ എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ആവട്ടെ, വാ നിങ്ങൾ കയറി വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആര്? ഞാനോ? ഭക്ഷണം കഴിക്കാനോ? എന്റെ പുഞ്ഞാര ടീച്ചറമ്മയോട് നല്ല അടിപൊളി ഫുഡ് വെക്കുമ്പോഴേക്കും ഞാനിതിനെ പുറത്തു പോയിട്ട് വയറ് കേടാക്കണത്. വയറ് കാലിയായിട്ടാ വന്നിരിക്കണത്. നേരത്തെ ആണെങ്കിൽ മഹേഷിന്റെ വീട്ടിൽ നിന്ന് കഴിക്കായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. രേണുക്ക് ഇത്രയും കൈപ്പുണ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വീണ പറയണ്ട് അത് ശരിയാ, ഏടത്തി നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കനി പറയണ്ട് എന്നാലും രേണുവേച്ചിയുടെ മാറ്റം വല്ലാത്ത മാറ്റം തന്നെയാണ്. മഹേഷ് ഏട്ടനും രാധേച്ചിയൊക്കെ ഇതുപോലെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാറ്റങ്ങൾ എല്ലാവർക്കും വേണമല്ലോ എന്ന് ടീച്ചർ പറയുന്നുണ്ട്. കനി പറയുന്നുണ്ട് അതെ അതെ, ഞാനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നീ എന്ത് മാറ്റം ഇവിടെ വരുത്താൻ പോണത് എന്ന് ടീച്ചർ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ട്. ചില ആൾക്കാരെയൊക്കെ പുറത്താക്കാനും ചില ആൾക്കാരെയൊക്കെ അകത്താക്കാനും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വരവിന്റെ ഉദ്ദേശം. എന്താണ് കനി, എന്താ നീ ഉദ്ദേശിക്കണത്? അതെ, അതൊക്കെ ഇപ്പോഴേ പറഞ്ഞ അതിന്റെ ത്രില്ല് പോവില്ലേ, അതൊക്കെ വഴിയേ പറഞ്ഞു തരാം എന്നിങ്ങനെ പറയാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ വീണ രാത്രി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടേക്ക് നമ്മുടെ കനി വരുന്നുണ്ട്. കനിനെ കാണുമ്പോൾ തന്നെ വീണ കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് പറ്റിയടി, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും സന്തോഷിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോഴേക്കും അതുകൂടി പറയാനാ ഞാൻ നിന്നോട് വരണോന്ന് പറഞ്ഞത്. സന്തോഷ് ഏട്ടന്റെ എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അതിന്റെ അവസാന ഹിയറിംഗ് അല്ലേ ഈ വരുന്ന ആഴ്ച? അതെ. അല്ല, നീ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ, എല്ലാവരും പറയുന്ന പോലെ കേൾക്കാന്ന് തീരുമാനിച്ചു. അല്ല, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നീ എന്നോട് തുറന്നു പറ. നിനക്ക് സന്തോഷിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വീണ പൊട്ടിക്കരയാണ്. എന്താടി എന്ന് കനി ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട് എനിക്കങ്ങനെ സന്തോഷേട്ടനെ വിട്ട് കളയാൻ പറ്റുമോ, മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല സന്തോഷേട്ടന, ഇപ്പൊ നല്ല മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ കനി പറയണ്ട് എടി സന്തോഷിന്റെ നിനക്കറിയാലോ, പനിയോ ചുമയോ പോലത്തെ അസുഖമല്ല, മാനസിക രോഗമാണ്, സംശയരോഗമാണ്. അത് പെട്ടെന്ന് മാറില്ല വീണെ. അത് മാറിയെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വീണ്ടും വീണ്ടും വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് നമുക്ക് ആ ബന്ധം ശരിയാവില്ല വീണെ എന്ന് പറയാണ്. വീണ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് സന്തോഷേട്ടനെ എടുത്ത് കളയാൻ വേണ്ടി പറ്റുന്നില്ല. സാരില്ല, നിനക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടുമ്പോഴേക്കും സന്തോഷിന്റെ കാര്യമൊക്കെ നീ മറന്നോളും എന്ന് പറയുന്നുണ്ട്. എനിക്കിനി ഒരു ജീവിതവും വേണ്ട കനി എന്ന് പറയാണ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അല്ല, നീ മാത്രല്ല, എല്ലാവരും കൂടി തീരുമാനിക്കണം. ആദ്യം ടീച്ചറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. അല്ല, നിന്റെ പ്ലാൻ എന്താ? അതെ, നമുക്ക് മാഷിനെയും നമ്മുടെ ടീച്ചറമ്മേനെയും ഒന്നാക്കണം, അതാണല്ലോ പ്ലാന്. അതെ, അതിനു വേണ്ടി നല്ല ഉഗ്രൻ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്താ അത്? അതായത് മാഷിന്റെ ഉള്ളിൽ ഇപ്പോഴും ടീച്ചർ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം വല്യമ്മേനെ അറിയിക്കുകയാണ് വേണ്ടത്. അതെ, പക്ഷെ അമ്മക്കത് ഏറെക്കുറെയൊക്കെ അറിയാം, പക്ഷെ അമ്മ അത് അറിയാത്ത പോലെ കാണിക്കാണ്. പിന്നെ ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ടായിരിക്കും. എന്ത് പ്രായം? അങ്ങനെയൊന്നുമില്ല. നോക്ക്, ഇതുവരെ നിന്റെ അമ്മ ഒരു സന്തോഷമോ സമാധാനമോ സുഖമോ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇനിയെങ്കിലും അത് വേണ്ടേ? എന്തൊക്കെ പറയാം, ടീച്ചർക്ക് പറ്റിയ ജോഡി കൃഷ്ണമാഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണമാഷിന്റെ വിവാഹം നമുക്കൊന്ന് നടത്തിയിട്ടേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. സത്യമാണോ നീ പറയണത്? പക്ഷെ അതിനെ രാധേച്ചിയും മഹേഷേട്ടനും സമ്മതിക്കില്ല.
അതിന് ആർക്ക് വേണം അവരുടെ സമ്മതം? ഇവിടെ ആകെ രണ്ടുപേരുടെ സമ്മതം മതി, ടീച്ചറിന്റെയും മാഷിന്റെയും. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വിവാഹം നടത്തുന്നതിന് എന്താ കുഴപ്പം? പിന്നെ മാഷിന്റെ സ്ഥാനത്ത് നിന്നിട്ട് നോ പറയാൻ ഒരു ചാൻസ് ഇല്ല. കാരണം മാഷിന് എത്രമാത്രം ടീച്ചറിനെ ഇഷ്ടമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി ടീച്ചറും കൂടി അത് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല, വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറയുമ്പോൾ വീണ പറയുന്നുണ്ട് അതിന് അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹേഷ് ഏട്ടനും അതുപോലെ തന്നെ രാധേച്ചിയും രേണുവേച്ചിയും ഒന്നും സമ്മതിക്കാതെ ഒരിക്കലും അമ്മ ഇതിന് സമ്മതിക്കില്ല. അതൊക്കെ നമുക്ക് സമ്മതിക്കാന്നേ. ആദ്യം മാഷിന്റെ പ്രണയം ടീച്ചർ അറിയിക്കുകയാണ് വേണ്ടത് എന്ന് പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ സെറ്റിനെയൊക്കെ വിളിക്കുകയാണ് നമ്മുടെ കനി കേട്ടോ. എന്നിട്ട് നമ്മുടെ മാഷിന്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല അസലായിട്ട് ഒരു ലവ് ലെറ്റർ അല്ല, മനസ്സിന് ഇപ്പൊ ടീച്ചർ എന്താണെന്നോ ടീച്ചറുടെ സ്ഥാനം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് എഴുതി കൊടുക്കാണ്. ഒരു ലെറ്റർ എഴുതാണ്. അത് ടീച്ചറെ എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കണം, ടീച്ചറെ എങ്ങനെയെങ്കിലും കാണിക്കണം, അതാണ് ഉദ്ദേശം. അങ്ങനെ നമ്മുടെ ടീച്ചറുടെ കയ്യിലേക്ക് പിള്ളേർ ആ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ടീച്ചർ അത് വായിക്കുമ്പോഴേക്കും മനസ്സിലാക്കാണ് മാഷിന് ഇപ്പോഴും ടീച്ചർ ഇഷ്ടമാണെന്ന്. ടീച്ചർക്കും ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇത്രയും വലുതല്ലേ, അവർക്ക് കുട്ടികളൊക്കെ ആയില്ലേ, അവർക്കൊരു നാണക്കേടല്ലേ എന്ന് വെച്ചിട്ടാണ് ടീച്ചർ പലതും ഇങ്ങനെ സഹിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ആവില്ല. ടീച്ചറിന്റെ മാഷിന്റെ വിവാഹം എന്തായാലും നടത്തി കൊടുക്കും. ആ വിവാഹം നടന്നിട്ടേ കനി ഇനി തിരിച്ചു പോവുള്ളൂ. അങ്ങനെ നമ്മുടെ കനി നേരിട്ട് നമ്മുടെ കൃഷ്ണമാഷിന്റെ അടുത്തേക്ക് പോകാൻ പോണ്. മാഷിനോട് ഡയറക്റ്റ് ചോദിക്കും, ഞങ്ങളെ ഇപ്പൊ ഒരു പെണ്ണ് ആലോചിച്ചു വരുവാണ് എന്ന് പറയാണ്. പെണ്ണോ? ആർക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ ആർക്ക്? മാഷിനെ തന്നെ. എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അതങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നയിക്കണ്ടേ? മാഷ് എന്താ വിവാഹം കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അത് ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയുള്ള ജീവിതം കൂടി പാഴാക്കി കളയണോ? ഇപ്പൊ തന്നെ ഒരുപാട് ജീവിതം അങ്ങ് പോയി, അത് പിന്നെ പോയത് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഇനി മാഷിനെ അങ്ങനെ വിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മാഷിന്റെ മനസ്സിൽ ആരാണോ അവരെ വെച്ചിട്ട് മാഷിന്റെ വിവാഹം നടത്താനാണ് ഞങ്ങളുടെ പ്ലാന്. അതൊന്നും വേണ്ട കുട്ടികളെ, നിങ്ങൾ എന്താ ഇങ്ങനെ, അതൊക്കെ വിട്ടുകള എന്നൊക്കെ മാഷ് പറയുമ്പോ അത് മാഷ് പറഞ്ഞാൽ മതിയില്ലല്ലോ, ഞങ്ങളും കൂടി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ വീണയും അതുപോലെ തന്നെ കനിയും പിള്ളേര് സെറ്റും കൂടി നമ്മുടെ കൃഷ്ണമാഷിന്റെയും സരസ്വതി ടീച്ചറെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ജോണിന്റെ സഹായവും തേടുന്നുണ്ട് കനി. ജോണിനോട് പറയുന്നുണ്ട് മേരി ടീച്ചറിനോട് ഈ കാര്യം പറയണം, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി നല്ലൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പിന്നെ മഹേഷ് ഏട്ടനും അതുപോലെ തന്നെ രാധേച്ചിയും അതിന് ഓക്കെ പറയില്ലെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ തിരുത്തി ചിന്തിച്ചാലോ. അതുകൊണ്ട് എന്തായാലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ടീച്ചർക്ക് ഇതിനേക്കാളും പറ്റൊരു ജോഡി ഇനി കിട്ടത്തേ ഇല്ല. അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കണ്ടു കഴിഞ്ഞു. അവര് കഴിഞ്ഞ ദിവസം ഒരു മാഷിന്റെ വീട്ടിൽ പോയില്ലേ, ആ മാഷ് വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇവര് വിവാഹം കഴിഞ്ഞ് വന്നിരിക്കുക എന്നാണ്. മാഷിന് ഭയങ്കര സന്തോഷമായെന്നാണ് പറഞ്ഞത്. ഇനി അവർ ആ മാഷിന്റെ വീട്ടിൽ പോകുമ്പോൾ ശരിക്കും വിവാഹം കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയണ്ട. അങ്ങനെ ടീച്ചറിന്റെ മാഷിന്റെ വിവാഹം നടക്കാവുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.